കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. നമസ്കാരം, നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം. തെന്മലയിൽ പുലി ഇറങ്ങിയെന്ന് കണ്ടെത്തിയ സ്ഥലത്ത് വനം വകുപ്പ് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചു. കഴിഞ്ഞ ദിവസമാണ് ജനവാസ മേഖലയിൽ 40-ാം മൈലിൽ പുലി ഇറങ്ങി വളർത്തുനായയെ കടിച്ചുകൊണ്ടുപോയത്. തെന്മലയിൽ പുലിയിറങ്ങി വളർത്തുനായെ പിടിച്ച സംഭവത്തിൽ പ്രദേശത്ത് വനംവകുപ്പിന്റെ നിരീക്ഷണം ശക്തമാക്കി. തെന്മല റേഞ്ചിൽ തെന്മല സെക്ഷനിൽ ഉൾപ്പെടുന്ന 40-ാം മൈൽ ഭാഗത്താണ് കഴിഞ്ഞ ദിവസം പുലി ഇറങ്ങുകയും പ്രേംജിത്ത് എന്നയാളുടെ വളർത്തുനായെ വീടിനുള്ളിൽ കയറി കടിച്ചെടുത്ത് പോവുകയും ചെയ്തത്. പുലി ഇറങ്ങിയതും നായെ ആക്രമിച്ചു കൊണ്ടുപോകുന്നതിന്റെയും CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ജനങ്ങൾക്കിടയിൽ വലിയ തരത്തിൽ ആശങ്ക ഉയർന്നിരിക്കുകയാണ്. ഇതോടെയാണ് തെന്മല റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സെൽവരാജിന്റെ നേതൃത്വത്തിൽ വനപാലകരും RRT സംഘവും വനമേഖലയിൽ തെരച്ചിൽ നടത്തിയത്. പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലത്ത് ക്യാമറ ട്രാപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. നിരീക്ഷണം തുടരുമെന്നും കൃത്യമായി തിരിച്ചറിയാൻ കഴിഞ്ഞാൽ പ്രദേശത്ത് കൂട് സ്ഥാപിക്കുമെന്നും വനപാലകർ അറിയിച്ചു. രാത്രിയിൽ അസ്കാലൈറ്റ് സ്ഥാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം ജനങ്ങൾ ആശങ്കയിലും പ്രതിഷേധത്തിലുമാണ്. പുലിയെ കണ്ടെത്തിയ സ്ഥലത്തു നിന്നും ഏകദേശം 2 കിലോമീറ്റർ അകലെയാണ് വന അതിർത്തി. പുലി ഇറങ്ങിയത് അംഗൻവാടി, ലക്ഷം വീട് കോളനി ഉൾപ്പെടെ വലിയ ജനസാന്ദ്രതയേറിയ സ്ഥലമാണ്. ഒരു തവണ വരികയും നായെ ആക്രമിച്ചു കൊണ്ടുപോവുകയും ചെയ്ത സാഹചര്യത്തിൽ വീണ്ടും പുലി ഇറങ്ങാൻ സാധ്യത കൂടുതലാണെന്ന് നാട്ടുകാർ പറയുന്നു. മാസങ്ങൾക്ക് മുമ്പ് തന്നെ പുലിയുടെ സാന്നിധ്യം തിരിച്ചറിയുകയും വനംവകുപ്പ് അധികാരികളെ അറിയിക്കുകയും ചെയ്തതാണെന്ന് CPM ബ്രാഞ്ച് സെക്രട്ടറിയും പ്രദേശവാസിയുമായ ബിൻസ്മോൻ പറയുന്നു. ക്യാമറ സ്ഥാപിച്ചുള്ള നിരീക്ഷണമല്ല ആവശ്യമെന്നും കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടുകയാണ് വേണ്ടതെന്നും ബിൻസ് കൂട്ടിച്ചേർക്കുന്നു. ഈ വളർത്തുനായെ പിടികൂടിക്കൊണ്ടുപോകുന്ന CCTV ദൃശ്യങ്ങൾ ലഭ്യമാണ്. കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഇവിടെ നിരന്തരമായിട്ട് പുലിയുടെ സാന്നിധ്യമുണ്ടെന്നും പുലിയുടെ കാൽപ്പാടുകൾ ഉൾപ്പെടെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് വനംവകുപ്പ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല. ഈ പുലിയെ പിടിക്കാൻ വേണ്ടിയിട്ട് പുലിക്കൂട് ഉൾപ്പെടെ സ്ഥാപിച്ച് അടിയന്തരമായിട്ട് പുലിക്കൂട് സ്ഥാപിച്ച് ഈ പുലിയെ പിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ ബഹുമാനപ്പെട്ട DFOയ്ക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ പുലിയെ പിടിക്കാൻ പുലിക്കൂട് സ്ഥാപിക്കാതെ പുലിയുടെ ട്രാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പുലിയെ നിരീക്ഷിക്കാനെ കൊണ്ട് ഇപ്പോൾ ക്യാമറ വെക്കുന്നൊരു ഒരു നടപടിയിലേക്കാണ് വനം വകുപ്പ് പോയിരിക്കുന്നത്. ജനങ്ങൾ വീതിയിലാണ്. ഈ വീടിൻ്റെ സമീപത്താണ് ഇവിടെയുള്ള അംഗൻവാടി. നിരവധിയായിട്ടുള്ള കുട്ടികളാണ് അവിടെ അംഗൻവാടിയിൽ പഠിക്കുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് 10-15 മീറ്റർ ചുറ്റളവിൽ തന്നെയാണ് ജനസാന്ദ്രതയുള്ള ലക്ഷം വീട്. നിരവധി ആളുകളും കുട്ടികളും തിങ്ങിപ്പാർക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇത്തരത്തിൽ ജനവാസമുള്ള ജനസാന്ദ്രതയേറിയിട്ടുള്ള ഈ സ്ഥലങ്ങളിൽ ഇങ്ങനെ വന്യജീവികളുടെ ആക്രമണങ്ങൾ പുലി പോലെയുള്ള വന്യജീവികളുടെ ആക്രമണങ്ങൾ നിരന്തരമായി വരുമ്പോൾ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും നിസ്സംഗമായിട്ടുള്ള ഒരു സമീപനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വനം വകുപ്പ് നടപടി ഊർജിതമാക്കിയില്ലെങ്കിൽ ജനകീയ പ്രതിഷേധം ഉയർത്താനാണ് നാട്ടുകാരുടെ തീരുമാനം. നാട്ടുവാർത്ത, തെന്മല.